ഇസ്രായേലുമായുള്ള വ്യാപാര കരാർ യൂറോപ്യൻ രാജ്യങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാസം 20-ാം തീയതി യൂറോപ്യൻ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് ചേർന്നുകൊണ്ടാണ് ഈ കാര്യത്തിന് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്ന ഒരു രൂപം നൽകുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പറയുന്ന കാര്യം, ഇസ്രായേൽ മാനുഷികമായിരിക്കുന്ന സഹായങ്ങൾ ഗസയ്ക്ക് നേരെ തടഞ്ഞിരിക്കുന്നു. ഫലസ്തീന് നേരെ ആ തടയപ്പെട്ടതൊന്നും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഭക്ഷ്യവിതരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇസ്രായേൽ ഇടപെടുകയും അവർക്ക് ആ കാര്യങ്ങൾ ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം തടയുന്നതും മനുഷ്യത്വരഹിതമായിരിക്കുന്ന സമീപനമാണ് ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര കരാർ റദ്ദാക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നു: 1,35,000 ഭക്ഷ്യക്കിറ്റുകൾ ഓരോരോ ദിവസവും ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഭക്ഷ്യ സംവിധാന കരാറിൻ്റെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്രസഭ UN സഭയുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. ഇത് പെടുന്നതിനെ ഒരു സുപ്രഭാതത്തിൽ സൈനികർ വളയുകയും അത് വിതരണം നൽകാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ലെന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട അത്രയും ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത് ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. അതോടൊപ്പം തന്നെ ഈ യുദ്ധ കുറ്റത്തിന് ഇരയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ലംഘനമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ UN സഭയുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം യുദ്ധ രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് ഞങ്ങളിത് മനസ്സിലാക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ട് കൂട്ടുകൂടി അല്ലെങ്കിൽ അവരുമായിട്ടൊരു വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും ഉണ്ടാവുക അല്ലെങ്കിൽ അത് പുനഃസൃഷ്ടിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ നെതർലാൻഡാണ് ഈ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ഗസയിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. ലോകം മുഴുവനും ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുകയും ലോകത്തിൻ്റെ കണ്ണുകളെല്ലാം ഗസയും വെസ്റ്റ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും നിലനിൽക്കുമ്പോൾ നമ്മളത് കണ്ടില്ലെന്ന് നടക്കുകയോ കണ്ണ് ചിമ്മുകയോ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അവിടെ നടക്കുന്ന മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്ര ഭരണാധികാരികളും സംവിധാനങ്ങളും സൈനികരും ചെയ്യാത്തത്ര ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഭക്ഷണത്തെയും വസ്ത്രത്തെയും കുടിവെള്ളത്തെയും പോലും തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു യുദ്ധ വിജയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾക്കത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഡച്ച് ഇതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി. സ്ലോവേനിയ, സ്പാനിഷ് പോലെയുള്ള രാജ്യങ്ങളും പിന്തുണ നൽകുകയാണ് ഈ വിഷയത്തോടനുബന്ധിച്ചുണ്ടായത്. അതിൻ്റെ എല്ലാ കാര്യത്തിൻ്റെയും ഒരു ക്രോഡീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 20-ാം തീയതി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഓസ്ട്രിയയും ഹംഗറിയും ജർമ്മനിയും പോലുള്ള രാജ്യങ്ങൾ ഏറെക്കുറെ ഇസ്രായേലിന് പിന്തുണയാണ്. പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇല്ലെങ്കിലും ബാഹ്യമായിരിക്കുന്ന പിന്തുണ ഇവരുടെ ഭാഗത്തുനിന്ന് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഹംഗറിയിൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളും വലിയ വിമർശനങ്ങളും ഉണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ അത് ബഹിഷ്കരിച്ചു. അതിനോടനുബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഭരണാധികാരികളെ ഹംഗറി എന്ന് പറയുന്ന രാജ്യം സ്വീകരിക്കപ്പെട്ട നിലപാട് തന്നെ ശരിയല്ല, ശരിക്കും അറസ്റ്റ് ചെയ്ത് ജയിലെടുക്കുകയാണ് വേണ്ടത്, ഞങ്ങൾക്കത് യോജിപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ സ്പാനിഷ് ഈ നിലപാട് കർക്കശമായി തന്നെ പറഞ്ഞു. ഇവരുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയോടനുബന്ധിച്ച് പിന്നീട് ചില ചോദ്യങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ പ്രകടമാക്കപ്പെട്ടത് ഇങ്ങനെയാണ്: നമ്മൾ സൈനികപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തണോ എന്നുള്ളത്. അതായത് ഫലസ്തീൻ അനുകൂലമായി ഇസ്രായേലിനെതിരായിരിക്കുന്ന നീക്കങ്ങൾ നടത്തുക എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ ആയുധങ്ങളോ സൈനികരോ അയക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. അതും 20-ാം തീയതിയത്തെ മീറ്റിങ്ങിൽ വെച്ച് തീരുമാനിക്കും എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ രണ്ടാമത് ഉയർന്നു വന്നിരിക്കുന്നത് ഇറാന് പിന്തുണ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് അമേരിക്ക പിന്തുണ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ലെബനാനാണെങ്കിലും യമനാണെങ്കിലും അവർക്ക് ഇറാനും പിന്തുണ നൽകുന്നു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വാഭാവികപരമായി നമ്മൾ പിന്തുണക്കുന്ന രാജ്യത്തോട് സഹകരിക്കുകയും അവർക്ക് സഹായം നൽകുക എന്നുള്ളതും സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ നമ്മൾ ഇറാന് പിന്തുണ നൽകണം എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു നിലപാടെടുക്കുന്ന സമയത്ത് അമേരിക്കയുടെ നിലപാടുകളൊക്കെ ഒരുപക്ഷെ നിലപാടിലൊക്കെ മാറ്റങ്ങൾ വരാനും
ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്താനൊക്കെ സാധ്യതകൾ പറയുന്നു. വിശാലമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ മെയ് 20-ാം തീയതി കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഏകോപനം ഉണ്ടാക്കും എന്നുള്ള നിലപാടെത്തിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് പ്രതികരണം വന്നിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളെ തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ വ്യാപാര കരാർ റദ്ദാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഒരിക്കലും ഞങ്ങൾ വംശഹത്യ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് നേരെ ആക്രമിച്ചതിന് ഞങ്ങൾ ആക്രമണം നടത്തുകയും ഞങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർ സുരക്ഷിതമാകാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായ രീതിയിലാണ് യുദ്ധപ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദീകരണങ്ങൾ നൽകിയിരിക്കുന്നു. എന്നാൽ ഇത്തരം ആളുകൾ 55,000-ത്തിലധികം ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടത് ആരാണ് കൊന്നത് എന്ന് സ്പാനിഷ് ചോദിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉത്തരം പറയണം. ആ മരിച്ചവരിൽ നിങ്ങളുടെ സൈനികരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഹമാസിൻ്റെ ആളുകളാണോ മരിച്ചത്? സ്ത്രീകളാണോ? കുട്ടികളാണോ? അന്താരാഷ്ട്ര ഈ ക്രിമിനൽ കോടതിയിൽ നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് അറസ്റ്റ് വാറണ്ട് വരുന്നു? അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട എണ്ണൽ സംഖ്യ പോലും കൃത്യമായ രീതിയിൽ പറയുന്നത് തെറ്റായിരിക്കുന്ന കാര്യമാണോ? നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരണ കാര്യങ്ങൾ നൽകണം. ആശുപത്രി ആക്രമിക്കുന്നു, പള്ളികൾ ആക്രമിക്കുന്നു, ചർച്ചുകൾ ആക്രമിക്കുന്നു, മതപാഠശാലകൾ ആക്രമിക്കുന്നു. ഇത്തരം ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഏരിയകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം, അതോടൊപ്പം തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്നു. ഇത്രയും ഏറ്റവും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ ഇതുവരെ ഒരു രാജ്യം ചെയ്യാത്തത് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്പാനിഷിൻ്റെ ഭാഗത്തുനിന്നും സോൾവേനിയൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, 3 വർഷമായി യുദ്ധം ചെയ്യുന്നു ഉക്രൈനും റഷ്യയും തമ്മിൽ. യുദ്ധം കഠിനമാണ്, ശക്തമാണ്. ഓരോരോ ദിവസവും അവിടെ സൈനികർ മരണപ്പെടുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷെ അവർ യുദ്ധം ചെയ്യുന്നത് സൈനികരും തമ്മിലാണ്. ആരാണോ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആ വിഭാഗവുമായിട്ട് യുദ്ധം ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഹമാസുമായിട്ട് നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല, അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിന് പകരമായ രീതിയിൽ അവിടെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്ന പ്രവർത്തനമാണ് ചെയ്തത്. ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളുമായിട്ടുള്ള വ്യാപാര കരാർ ഭാവിയിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ ഗുരുതരമായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. യൂറോപ്യൻ രാജ്യങ്ങളിലെ പരമാവധി രാജ്യങ്ങളെല്ലാം ജനാധിപത്യ രാജ്യമാണ്. ഭരണ സംവിധാനത്തിൻ്റെ നയങ്ങളും നിലപാടുകളും തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരും ലോകവും ശ്രദ്ധിക്കപ്പെടുന്നു. ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പരമാവധി സർക്കാരുകളെല്ലാം നിലം പൊത്താനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. അതിന് മുഖം മിനുക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. കാര്യം അവർ പറയുന്നത് ഇസ്രായേലിനെ പിന്തുണക്കുന്നവർ ആരൊക്കെ എന്ന് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ലോകത്താകമാനമുള്ള ജൂത വിഭാഗങ്ങൾക്ക് സുരക്ഷിതമില്ലെന്ന് അവർ തന്നെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് സുരക്ഷിതം ഒരുക്കുക, ഇവർക്ക് പിന്തുണ നൽകുക, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വ്യക്തികൾ ആരെന്ന് ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഭരിക്കപ്പെടുന്ന ഭരണാധികാരികളുടെ നിലനിൽപ്പ് പോലും സാരമായിട്ട് ബാധിക്കും എന്ന സ്ഥിതി യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഏതായിരുന്നാലും ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വ്യാപാര കരാർ ഇസ്രായേലുമായിട്ട് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ കാലത്തും ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദം, വലിയ ബന്ധം, സാമ്പത്തിക ഇടപാടും സൈനിക ഇടപാടും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നയതന്ത്ര ബന്ധങ്ങളും എല്ലാ കാലത്തും നിലനിർത്തി പോരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയ രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അവർ വലിയ സൗഹൃദ ബന്ധങ്ങളും വ്യാപാര വാണിജ്യ ബന്ധങ്ങളും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വർഷത്തോളം ഓരോരോ വർഷത്തിൽ തന്നെ അത് കരാർ പുതുക്കിക്കൊണ്ട് പുതിയ സംവിധാനങ്ങളും സംരംഭങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇസ്രായേൽ സന്ദർശിക്കാത്തത് വളരെ കുറവാണ്. വർഷാന്തം എന്ന രീതിയിൽ അവർ സന്ദർശിക്കാറുണ്ട്. തിരിച്ച് ഇസ്രായേൽ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു കാലത്തും യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ബാധിക്കപ്പെട്ട വിഷയമല്ല. അതിൽ ഇടപെട്ടുകൊണ്ട് അവർ സംസാരിക്കാറില്ല. കാരണം അവർ 100% ഇസ്രായേലിനോടൊപ്പമാണ്. എന്നാൽ ജനകീയപരമായ രീതിയിലും ജനാധിപത്യപരമായ രീതിയിലും ലോകത്താകമാനമുള്ള മനുഷ്യരും ഇപ്പോൾ നിലവിൽ ഇസ്രായേലിനെതിരെ പലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുമ്പോൾ ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന് പിന്തുണ നൽകുമ്പോൾ ഞങ്ങളുടെ ഭാവി പോലും പ്രയാസത്തിലാകുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കും. ആയതിനാൽ തന്നെയാണ് ഞങ്ങൾ 20-ാം തീയതി അടിയന്തരമായിരിക്കുന്ന വിദേശകാര്യ മന്ത്രിമാരുടെ മീറ്റിംഗ് ചേരുന്നു. ആ മീറ്റിൽ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ വ്യാപാര കരാറും റദ്ദാക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികപരമായ രീതിയിൽ വലിയ തകർച്ച
ഇസ്രായേൽ നേരിടും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കയറ്റുമതിയും ഇറക്കുമതിയെയും ഇത് സാരമായിട്ട് ബാധിക്കും, നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കും എന്നിടത്തേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് പോലും പിന്തുണ നൽകാൻ സാധിക്കാത്ത വിധം യൂറോപ്യൻ രാജ്യങ്ങൾ ഈ അമേരിക്കയുമായിട്ട് ഏതാനും മാസങ്ങളായി അകന്നു നിൽക്കുകയാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഉക്രൈനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഏകാധിപത്യപരമായിരിക്കും നിലപാടെടുക്കുന്നു. ഉക്രൈനുമായിട്ട് സംസാരിക്കാതെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന റഷ്യയുമായിട്ട് സംസാരിച്ച് പ്രശ്നം തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ ബഹിഷ്കരിച്ച സംഭവം ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ വിഷയം കൂടി വന്നതോടുകൂടി അത് കഠിനമാവാനുള്ള സാധ്യതയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.